ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ. ഹിന്ദുസ്ഥാനി സംഗീതം ജനകീയമാക്കിയ സംഗീതാചാര്യൻ ഉസ്താദ് തിരൂർ ഷായെ അനുസ്മരിച്ച പ്രിയ ശിഷ്യരും സംഗീത പ്രേമികളും. വെള്ളിയാഴ്ച വൈകിട്ട് തിരൂർ ലളിതകലാ സമിതിയിലാണ് മലബാറിന്റെ സംഗീതാചാര്യനെ അനുസ്മരിക്കുന്നത്. ചടങ്ങിൽ ഷാ ഉസ്താദിന്റെ ശിഷ്യരിൽ പ്രമുഖനും അരനൂറ്റാണ്ടിലേറെ കാലമായി സംഗീതരംഗത്ത് പ്രവർത്തിക്കുന്ന ടി.പി. ചന്തു മാസ്റ്റർക്ക് ആദരവും നൽകും. സവാക്കിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടിയിൽ ഒട്ടേറെ പ്രമുഖർ സംബന്ധിക്കും. മലബാറിന് ഹിന്ദുസ്ഥാനി സംഗീതം പകർന്നു നൽകിയ സംഗീതാചാര്യൻ ഉസ്താദ് തിരൂർ ഷാ വിട പറഞ്ഞിട്ട് 34 വർഷമായി. അരനൂറ്റാണ്ടോളം സംഗീത കലാരംഗത്ത് സജീവ സാന്നിധ്യമായിരുന്ന ഷാ 1939 വീപ്പിയങ്ങാടിലെ പുതുകയിൽ മുതിയമാളിയേക്കൽ എന്ന സമ്പന്ന കുടുംബത്തിലാണ് ജനിച്ചത്. ഉത്തരേന്ത്യയിൽ നിന്നുള്ള സംഗീതജ്ഞരിൽ നിന്നാണ് ഷാ ഹിന്ദുസ്ഥാനി സംഗീതം അഭ്യസിച്ചത്. ഇന്ത്യയിലെ നിരവധി പ്രമുഖ സംഗീതജ്ഞരാണ് ഷായുടെ ആതിഥ്യം സ്വീകരിച്ച് വീപ്പിയങ്ങാടിലെ പുളിഞ്ചോട് ഗ്രാമത്തിൽ ഹിന്ദുസ്ഥാനിയുടെ അലകൾ ഉയർത്തിയത്. ഹാർമോണിയം, മാണ്ടലിൻ തുടങ്ങിയ ഉപകരണ കലകളിലും ഷാ പ്രാവീണ്യം നേടി. MS ബാബുരാജ്, ബോംബെ എസ് കമാൽ, KG സത്താർ തുടങ്ങിയ പ്രമുഖർക്കൊപ്പം തിരൂർ ഷാ സംഗീത സദസ്സുകളിൽ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ ഓഫ് കേരളയുടെ നേതൃത്വത്തിലാണ് മലബാറിന്റെ സംഗീതാചാര്യനെ അനുസ്മരിക്കുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് 5:30 തിരൂർ ലളിതകലാ സമിതിയിൽ നടക്കുന്ന ചടങ്ങിൽ നിരവധി ശിഷ്യർ പങ്കെടുക്കും. ഷാ ഉസ്താദിന്റെ ശിഷ്യരിൽ പ്രമുഖനും അരനൂറ്റാണ്ടിലേറെ കാലമായി സംഗീതരംഗത്ത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന അധ്യാപകനും ചിത്രകലാധ്യാപകനുമായ ടി.പി. ചന്തു മാസ്റ്ററെ ചടങ്ങിൽ ആദരിക്കും. വീട്ടുമുറ്റത്തിരുന്ന് ഫ്ലൂട്ട് വായിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാണ് ഉസ്താദ് തന്നെ ഒപ്പം കൂട്ടിയത്. പിന്നീട് ഓരോ സംഗീതോപകരണങ്ങളും അഭ്യസിച്ചു. അദ്ദേഹം കലയെ അങ്ങേയറ്റം സ്നേഹിച്ച ഒരു മനുഷ്യ സ്നേഹിയായിരുന്നുവെന്ന് പ്രിയ ശിഷ്യൻ ചന്തു മാസ്റ്റർ അനുസ്മരിച്ചു. വെറുതെ അങ്ങനെ ഒരു ഫ്ലൂട്ട് കിട്ടി, അതങ്ങനെ വായിച്ച് അങ്ങനെ പാട്ടുകളൊക്കെ ഞാൻ സ്വന്തം ഐഡിയയിൽ വായിച്ചിരുന്നു. ഇത് നമ്മൾ ഉസ്താദ് ഒരിക്കൽ കേൾക്കണ്ടായി. അങ്ങനെ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് ആണ്ട് വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോവുക ചെയ്തത്. അപ്പോൾ അവിടെ ഒരു റിഹേഴ്സൽ നടക്കുക. അപ്പോൾ അവിടെ 1-2 ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ ഹാർമോണിയത്തിൽ വായിച്ചു തന്നു. അത് ഞാൻ കേട്ടിട്ട് ഞാൻ എൻ്റെ അടുത്തുള്ള ഫ്ലൂട്ടിൽ വായിച്ച് അങ്ങനെ അവിടെ നിന്നാണ് കണ്ടുമുട്ടിയത് ഞങ്ങൾ തമ്മിൽ. ഒട്ടേറെ പാട്ടുകൾക്ക് അദ്ദേഹം സംഗീതം നൽകിയിട്ടുണ്ട്. ഓർമ്മയിൽ തെളിഞ്ഞ പാട്ടിന് ചന്തു മാസ്റ്റർ ഹാർമോണിയത്തിൽ ഈണമിട്ടു. ഷാ ഉസ്താദിന്റെ ഓർമ്മ ദിനത്തിലാണ് ചന്തു മാസ്റ്ററെ ആദരിക്കുന്നത്. ഒന്നും ആഗ്രഹിക്കാതെ ഒരു കലയെ ജനകീയമാക്കിയ മഹാപ്രതിഭയായിരുന്നു ഷാ ഉസ്താദ് എന്ന് ശിഷ്യരിൽ ഒരാൾ കൂടിയായ സേൽത്തി തിരൂർ പറഞ്ഞു. ഷാബായ് എന്ന് പറഞ്ഞാൽ അത്രയും പ്രൗഢഗംഭീരമായ ഒരു കുടുംബത്തിൽ ജനിച്ച് വളർന്നു വന്നിട്ട് സംഗീതത്തിൻ്റെ ഭ്രമം കൊണ്ടും സംഗീതം മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ടും ആകെ സംഗീതമായ ജീവിതം നയിച്ച് മൂപ്പര് കുറേ സംഗീതം പഠിച്ചു വലിയ വലിയ ഗുരുക്കന്മാരുടെ അടുത്തൊക്കെ. എന്നിട്ട് മൂപ്പര് ചെയ്തതെന്താ വെച്ചാൽ തൻ്റെ സിദ്ധമായിട്ടുള്ള സംഗീതം ഈ ഗ്രാമപ്രദേശങ്ങളിലും ചുറ്റുപാടുകളിലും മലപ്പുറം ജില്ലൻ്റെ ഈ മലബാറിൻ്റെ എല്ലാ ഭാഗത്തുള്ള സ്ഥലങ്ങളിലുള്ള ക്ലബ്ബുകളിലും എവിടെയും സ്വന്തം റിസ്ക് എടുത്തുകൊണ്ട് സ്വന്തം ചിലവ് ഉപയോഗിച്ച് പെട്ടിയും തബലിയൊക്കെ ഏറ്റിക്കൊണ്ട് പോയിട്ട് ക്ലാസ് എടുക്കുക. വേറെ യാതൊരു വകതിരിവില്ലാത്ത ആൾക്കാർക്ക് പോയിട്ട് ക്ലാസ് എടുക്കുക. ഇതായിരുന്നു ഷാബായിൻ്റെ ഒരു. അത് ഷാബായിക്ക് എന്തോ ഒരു ജീവിത അഭിലാഷമായിരുന്നു. ഉപരി പറയും ചെയ്യാൻ ഒരു ഫിൽസ് സമ്പത്തിൻ്റെ പൈസൻ്റെ ഉദ്ദേശത്തിലല്ല, പണം പ്രശ്നമേ ആക്കിയിട്ടില്ല. അത്രയും ഇത് പഠിപ്പിച്ചു കൊടുക്കുക. എൻ്റെ അടുത്ത് എനിക്ക് ദൈവം തന്നിട്ടുള്ള സംഗീതം, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ദൈവികമായിട്ടുള്ള സംഗീതം ഷാബിന് വലിയ വിശ്വാസമായിരുന്നു. അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതായിരുന്നു അയാളുടെ ദൗത്യം. ഒട്ടേറെ സംഗീത ക്ലാസുകളിൽ അദ്ദേഹത്തോടൊപ്പം സഞ്ചരിക്കാൻ അവസരം ലഭിച്ചത് വലിയ ഭാഗ്യമായാണ് കാണുന്നതെന്ന് വേണു കൊൽക്കത്തയും അഭിപ്രായപ്പെട്ടു. അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോ എന്ത് ഗുണമാണോ ഉണ്ടാവുക, അതിലുപരിയായിട്ട് ഒരു സമൂഹത്തിനെ അദ്ദേഹം സ്വായത്തമാക്കിയ അദ്ദേഹത്തിൻ്റെതായ ആ കലാസപര്യയിലൂടെ എന്താണോ ഉസ്താദ് ഷാ നേടിയെടുത്തത് അത് എല്ലാവർക്കും അദ്ദേഹം വീതിച്ചു കൊടുക്കുകയായിരുന്നു. അതാണ് ഷാബായിയെ വ്യത്യസ്തനാക്കുന്നത്. ഏറ്റവും ജനകീയനായിട്ടുള്ള ഒരു കലാകാരൻ എന്നാണ് ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിനെ കുറിച്ച് പറയുക. കാരണം അക്കാലത്ത് മലബാറിൽ സംഗീതം പഠിക്കണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. പഠിപ്പിക്കാൻ അധ്യാപകരില്ല. പിന്നെ കുറച്ചുണ്ടായിരുന്നത് കർണാടക സംഗീതം പഠിക്കാനുള്ള ഒരു സൗകര്യം. പക്ഷേ കർണാടക സംഗീതം വന്ന് പഠിക്കണമെങ്കിൽ അത്യാവശ്യം സാമ്പത്തിക സ്ഥിതി ഉള്ളവർക്ക് പറ്റുകയുള്ളൂ. പിന്നെ അവിടെയും ഒരുപാട് വിവേചനങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ ഓർമ്മിക്കുകയാണ്.
അങ്ങനെയുള്ളൊരു സമയത്താണ് ഒരു അവധൂതനെ പോലെ നമ്മൾ ഈ പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഷാ എന്ന് പറയുന്ന PPM ഷാ എന്ന് പറയുന്ന ഞങ്ങളുടെ ഷാ ഉസ്താദ് വരുന്നത്. എന്നും മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച ഷാ ഉസ്താദ് നിരവധി നാടകങ്ങൾക്കും കഥാപ്രസംഗങ്ങൾക്കും സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം സംഗീതം നൽകിയ പാട്ട് പ്രിയ ശിഷ്യർ ഓർത്തെടുത്തു.